ഝാർഖണ്ഡിൽ സർക്കാർ രൂപീകരണത്തിന് തയ്യാറെടുക്കുമ്പോഴും ഇന്ത്യ സഖ്യത്തിൽ മന്ത്രിസ്ഥാനത്തെ ചൊല്ലി തർക്കം രൂക്ഷമായി. 4 MLA-മാരുള്ള RJD രണ്ടാം മന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. അതേസമയം ജനങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ രണ്ടാം സോറൻ സർക്കാർ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി BJP വ്യക്തമാക്കി. അപ്രതീക്ഷിത വിജയം നേടിയതിന്റെ സന്തോഷം പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യത്തിനുണ്ടെങ്കിലും മന്ത്രിപദങ്ങൾ പങ്കുവെക്കുന്നതിൽ തർക്കം തുടരുകയാണ്. 2019-ൽ 7 സീറ്റിൽ മത്സരിച്ച RJD 1 സീറ്റിൽ വിജയിച്ചപ്പോൾ 1 മന്ത്രിപദം നൽകി. എന്നാൽ ഇത്തവണ RJD 4 മണ്ഡലങ്ങളിൽ വിജയിച്ചു. സംസ്ഥാനത്ത് പാർട്ടി ശക്തി തെളിയിച്ച സാഹചര്യത്തിൽ 2 മന്ത്രിസ്ഥാനം വേണമെന്ന നിലപാടിൽ ഉറച്ചാണ് RJD നേതൃത്വം. അനുനയ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും 2 മന്ത്രിസ്ഥാനത്ത് നിന്ന് പിന്നോട്ടില്ലെന്നാണ് RJD നേതാക്കളുടെ നിലപാട്. കോൺഗ്രസും കൂടുതൽ മന്ത്രിപദങ്ങളിൽ കണ്ണുവെച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ പാർട്ടിക്കായിട്ടില്ല. അതിനാൽ തന്നെ അത്തരം ചർച്ചകൾക്ക് കാതുകൊടുക്കേണ്ടതാണ് JMM നേതൃത്വത്തിന്റെ തീരുമാനം. 2019-ൽ CPML-ന് 1 MLA മാത്രമായിരുന്നു. ഇക്കുറി അത് 2ആയി ഉയർന്നു. 1 മന്ത്രിസ്ഥാനത്തിന് പുറമെ മറ്റൊരു സുപ്രധാന പദവി വേണമെന്ന് CPML-ഉം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെ മുന്നണിയിലാകെ അശാന്തി പടരുകയാണ്. അതേസമയം ഒന്നാം സർക്കാർ നടത്തിയ ജനവഞ്ചനകൾ രണ്ടാം സോറൻ സർക്കാർ ആവർത്തിക്കരുതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും BJP നേതാവ് പ്രതുൽ ഷാ ദിയോ പറഞ്ഞു. हम उम्मीद करते हैं हेमंत 2.0 में मुख्यमंत्री अपनी गलतियों से सबक लेंगे और जो भी उन्होंने मैनिफेस्टो में बड़े बड़े वायदे किए हैं उसको वो इम्प्लीमेंट करेंगे. जो उन्होंने महिलाओं के लिए वायदे किए कि 2500 रुपये देने की और 450 रुपये में गैस सिलेंडर और तमाम जो बड़े वायदे किए हैं किसानों का, एक्चुअली में ऋण माफ़ी का, बिजली बिल माफ़ी का, तो पिछली बार तो ये हवाई घोषणाएं थी. इस बार हमें उम्मीद है कि मुख्यमंत्री जी जनता के हित में कदम उठाएंगे और जो भी सकारात्मक कदम सरकार उठाएगी हम उनका साथ देंगे. लेकिन सरकार पे एक सशक्त विपक्ष की हमेशा नजर रहेगी, क्योंकि पिछली बार का हेमंत 1.0 से हमने सबक लिया है कि इस सरकार में लगातार घपले घोटाले होते थे. मुख्यमंत्री जी अपनी पुरानी गलतियों से सीखकर एक नई शुरुआत करें, यही हमारी अपेक्षा है. 28-നാണ് ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. ജനം, ഡൽഹി.